നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഈ പശ്ചിമ ബംഗാളിൽ സ്വാതന്ത്ര്യാനന്തര പശ്ചിമ ബംഗാൾ എന്ന് പറയണം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ന് വരെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത്. ഈ പോളിംഗ് യഥാർത്ഥത്തിൽ മമതയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഉള്ള നീക്കമാണോ അതോ മമതയെ നിലനിർത്താനുള്ള നീക്കമാണോ? ശ്രീല പറഞ്ഞത് ശരിയാണ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത്രയും കനത്ത പോളിംഗ്, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് 152 മണ്ഡലങ്ങളിലേക്ക്, നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന പോളിംഗ് ആണ്. അതിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇത്രയും കനത്ത പോളിംഗ് നടന്നിട്ടുണ്ടോ എന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല. 92% അടുത്ത അത്രയും പേർ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് റെക്കോർഡ് പോളിംഗ് ആണ്. ഞാൻ അതിന്റെ പൊളിറ്റിക്സിലേക്ക് വരാം. ബംഗാൾ അറിഞ്ഞ് കുത്തിയിരിക്കുകയാണ്, അതാണ് സത്യം. നമുക്കറിയാം, SIR നടപ്പാക്കിയതിനു ശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം വലിയ രീതിയിൽ ഈ നുഴഞ്ഞു കയറിയ ആൾക്കാർ, SIR മാത്രമല്ല അതിനോടൊപ്പം ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025, ഈ രണ്ട് സാധനങ്ങളും കൂടെ വന്നപ്പോൾ ഈ നുഴഞ്ഞു കയറിയ ആൾക്കാർ വലിയ തോതിൽ മടങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിലേക്ക്. അതുപോലെ റോഹിംഗ്യകൾ. ഇപ്പോൾ സത്യത്തിൽ ബംഗ്ലാദേശികളല്ല ബംഗാളിൽ ഇപ്പോഴുള്ളത്, അത് ഈ നുഴഞ്ഞു കയറിയ റോഹിംഗ്യകളിൽ ഒരു ചെറിയ ശതമാനമുണ്ട്. അവര് അഹമ്മദാബാദിലുണ്ട്, ഡൽഹിയിലുണ്ട്, ലക്നൌവിലുണ്ട്, അങ്ങനെ പലയിടത്തും അവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ആളറിയിക്കാതെ വളരെ തന്ത്രപരമായിട്ട് വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സസുഖം കഴിയുകയാണ്. ഒരറ്റത്തുനിന്ന് ഇങ്ങനെ നമ്മുടെ ഏജൻസികൾ, NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ, അതത് സംസ്ഥാനങ്ങളിലെ പോലീസ്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഒക്കെ ഇവരെ റെയ്ഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. പിടിക്കുന്നവരെല്ലാം നേരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രക്രിയ നമ്മുടെ രാജ്യത്ത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കേരളത്തിൽ പോലും അത് നടന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ പിടിയിലായത് റോഹിംഗ്യകളല്ല, ബംഗ്ലാദേശികളാണ്. ഇരിക്കട്ടെ, ബംഗാളിൽ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ജനം നേരെയായി നിന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, ശ്രീല ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് മമതയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ളതാണോ അതോ മമതയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാനാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പര്യടന പ്രവർത്തനങ്ങൾക്കിടെ കണ്ട ചില കാഴ്ചകൾ ഞാൻ പറയാം. മമതാ ബാനർജി ഒരിടത്ത് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ BJPക്ക് വോട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കാലത്തും നിങ്ങളോട് അള്ളാഹു ക്ഷമിക്കുകയില്ല, നിങ്ങളോട് ഞങ്ങളും ക്ഷമിക്കുകയില്ല, നിങ്ങൾ BJPക്ക് വോട്ട് കൊടുക്കരുത്. അതുപോലെ മഹുവ മൈത്ര MP, നിങ്ങൾ മമതയ്ക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ബംഗാളികളല്ല, നിങ്ങൾ പാക്ക് ചെയ്തോളൂ, നിങ്ങളുടെ കുടുംബവും കുട്ടികളും ഭാര്യയും മക്കളും എല്ലാവരും ഇവിടെ നിന്ന്, ഈ നാട്ടിൽ നിന്ന് തന്നെ സ്ഥലം വിട്ടോളൂ. ഇതുപോലെ പിന്നെ അങ്ങോട്ട് നിരവധി ചെറുതും വലുതുമായ TMC നേതാക്കൾ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ അത്യന്തം പ്രകോപനപരമായ പ്രസംഗം ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടെ നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇതൊന്നും ആരും ക്രിയേറ്റ് ചെയ്തതല്ല, ആരും സൃഷ്ടിച്ചതൊന്നുമല്ല. വളരെ ഇത്രയും വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട്, ഒരു ഹിന്ദു മുസ്ലിം വിടവ് ഉണ്ടാക്കിക്കൊണ്ട്, സൃഷ്ടിച്ചുകൊണ്ട് മമതയും കൂട്ടരും നടത്തിയിരിക്കുന്ന ആ എന്താ പറയുക പ്രചാരണ പ്രവർത്തനങ്ങൾ, അത് സമാനതകളില്ലാത്തതാണ്. അത് നമുക്ക് ഒരു സ്ഥലത്തും വേറെ ആരും അങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അത്ര മൃഗീയമായ വർഗീയത, പൈശാചികമായ വർഗീയതയാണ് ഈ മമതയും കൂട്ടരും അവിടെ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ബംഗാളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ ഈ BJPയുടെ റാലിയിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർ, അവരോട് പലപ്പോഴും മീഡിയ സംസാരിക്കുന്നുണ്ട്. മീഡിയക്ക് എങ്ങനെ അവിടെ BJP തോൽക്കണം എന്നുള്ളതാണ്. അതായത് അപൂർവം ചില മാധ്യമങ്ങൾ ഒഴിച്ച് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്ന വ്യാജേന അവിടെ വന്നിരിക്കുന്ന ലോക്കലായിട്ടും നാഷണലായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന മുഴുവൻ മീഡിയകളും അവിടെ എങ്ങനെയും BJP വരരുത്. പ്രത്യേകിച്ചും നമുക്കറിയാം, സാഗരിക ഘോഷിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ TMCയുടെ രാജ്യസഭാ MP ആണ്. അവരൊക്കെ അപ്പൊ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ വലിയ ജനാധിപത്യത്തിന് വേണ്ടി വലിയ വായിൽ സംസാരിക്കുകയും നിലവിളിക്കുകയും പിന്നെ ഫ്ലോറുകളിൽ, നമ്മുടെ പാർലമെന്റിന്റെ ഫ്ലോറുകളിലൊക്കെ
രാജ്യസഭയിലൊക്കെ ഘോരഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്ന ആൾക്കാർ പക്ഷെ യാതൊരു ജനാധിപത്യ മര്യാദയും കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നോക്കൂ, ഇത്രയും പ്രകോപനപരമായിട്ട് സംസാരിച്ച മമതയ്ക്കെതിരെ ഒരക്ഷരം ആരും മിണ്ടുന്നില്ല. ഈ അവിടെ വന്ന് രാഹുല് മമതയ്ക്കെതിരെ പ്രസംഗിച്ചു. അതായത് മമത നടത്തിയ അഴിമതിയെക്കുറിച്ചും മമതയുടെ മറ്റ് ചെയ്തികളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. മമതയാണ് അവിടെ BJP വളർത്തിയത് എന്ന് പറഞ്ഞു. ശരിയാണ്. BJP 3 സീറ്റിൽ നിന്ന് 77 കുതിച്ചുയർന്നത് ഈ തൃണമൂൽ കോൺഗ്രസ്സുകാർ നടത്തിയ ഗുണ്ടായിസം കൊണ്ടാണ്. അതായത് അവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷത്തും കോൺഗ്രസിലും പ്രവർത്തിച്ചിരുന്നവർക്ക് വേറെ വഴിയില്ല. അവർ അവസാനം ഒത്തുചേർന്ന് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കാൻ വന്നു. നരേന്ദ്രമോദി, അതായത് 2011 മുതൽ 2014 വരെ അവർ കാത്തിരിക്കുകയായിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞതും അമിത്ഷാ ഏറ്റവും ആദ്യം ചെയ്തത് ബംഗാൾ പിടിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ ഏറ്റവും നല്ല മിടുക്കരായ പ്രവർത്തകരെ, കാര്യകർത്താക്കളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങോട്ട് വിടുകയായിരുന്നു. RSSന്റെ പ്രചാരകന്മാർ അവിടെ RSSുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളർത്താൻ അവിടെ പോയി. അപ്പോൾ അത്തരത്തിൽ മുമ്പ് അവിടെ RSSന് പ്രവർത്തനമുണ്ട്, ഒരു ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവർക്ക് വളരെ എളുപ്പമായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിൽ ഇടതുപക്ഷം എങ്ങനെയാണോ കണ്ണൂരും മറ്റുമൊക്കെ BJP RSS പ്രവർത്തകരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്, അതിലും മൃഗീയമായിട്ടായിരുന്നു അവിടെ BJP പ്രവർത്തകർക്കും കാര്യകർത്താക്കൾക്കും RSSന്റെ പ്രചാരകന്മാർക്കും ഒക്കെ എതിരെ അവിടെ നടന്ന അക്രമങ്ങൾ. പക്ഷെ BJP വിട്ടില്ല, കേന്ദ്രം വിട്ടില്ല. അവർ അതിശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെ നിന്നു. വാസ്തവത്തിൽ പല ഘട്ടങ്ങളിലും 356 പ്രയോഗിക്കേണ്ടതായിരുന്നു ബംഗാളിൽ. മമതാ സർക്കാരിനെ തൂക്കിയെടുത്ത് ദൂരെ കളഞ്ഞ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷെ BJP അതിന് മുതിർന്നില്ല. BJPക്ക് അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തോട് ഞാൻ വിയോജിക്കുന്നു. കാരണം അക്രമത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കുക, അക്രമത്തിന് ഇരയാകാൻ പ്രവർത്തകരെ വിട്ടുകൊടുക്കുക, ജനങ്ങളെ വിട്ടുകൊടുക്കുക, എന്നിട്ട് ഇരവാദം പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് നേട്ടം കൊയ്യാൻ ശ്രമിക്കുക, അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ BJP അവിടെ വളർന്നു. അങ്ങനെ 3-ൽ നിന്ന് 77, ഇപ്പോൾ 77 എത്രയാകും എന്നാണ് ചോദ്യം. അമിത്ഷാ കഴിഞ്ഞ 15 ദിവസമായിട്ട് അവിടെ തമ്പടിച്ച് പ്രവർത്തിക്കുകയാണ്. അമിത്ഷായോട് ചോദിച്ചു, ഒരു മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ഇത്തവണ കംഫർട്ടബിൾ മെജോറിറ്റി നേടും, പലരും 200 സീറ്റുകൾ വരെ പോകും എന്ന് പറയുന്നുണ്ട്, ഈ 77-ൽ നിന്ന് 200-ലേക്ക് പോകുന്നത് ഒരു അത്ഭുതമല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 0-ൽ നിന്ന് 3-ലേക്കും, അല്ല ബംഗാളിലെ കഥയാണ്, 0-ൽ നിന്ന് 3-ലേക്കും 3-ൽ നിന്ന് 77-ലേക്കും വന്നെങ്കിൽ ഞങ്ങൾക്ക് 77 200 ആക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതെ, 2-ൽ നിന്നാണ് തുടക്കം. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് ത്രിപുരയിൽ 0-ൽ നിന്നാണ് ഭരണത്തിലേക്ക് കയറിയത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ല അവിടുത്തെ കാര്യം. അപ്പോൾ അങ്ങനെ BJP അവിടെ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഇക്കുറി ഈ 15 വർഷം കൊണ്ട് മമത അവിടെ ചെയ്തു കൂട്ടിയത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെ, കേവലം BJPക്കാരെ മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ, എനിക്ക് തോന്നുന്നത് നില തെറ്റിയതാണോ ഈ സ്ത്രീക്ക് എനിക്ക് സത്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അവര് നോർമൽ അല്ല. ഒന്നാമത്തെ കാര്യം അവർ എക്സെൻട്രിക് ആണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, സ്റ്റേജിന് താഴേക്ക് ഇറങ്ങുക, ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുക. തീർച്ചയായിട്ടും ഒരു നേതാവ് ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഒരു പ്രസംഗം ഒരു സ്റ്റേജിൽ നിന്ന് നടത്തുമ്പോൾ ആ പ്രസംഗത്തിന് അല്ലെങ്കിൽ ആ സ്റ്റേജിന്റെ മര്യാദകൾക്ക് യോജിക്കാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും എക്സെൻട്രിക് തന്നെ ആയിരിക്കണം. ഇനി മമത മാത്രമല്ല, മമതയെ പിന്തുടർന്ന് തൃണമൂലിലെ മറ്റ് നേതാക്കളെല്ലാം ജാതി ഭീകരമായ വർഗീയത, അതായത് ന്യൂനപക്ഷ വർഗീയത, മുസ്ലിം വർഗീയത ആളിക്കത്തിക്കാനാണ് ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിൽ 91 ലക്ഷം വോട്ടുകളാണ് SIR-ലൂടെ പുറത്തായത്. പക്ഷെ എങ്കിലും ഇത്രയും വോട്ട് പെർസെന്റേജ് വർദ്ധിച്ചത് വലിയ തീർച്ചയായിട്ടും SIR നടപ്പാക്കി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ശുദ്ധീകരിച്ച് ഒരു സുതാര്യവും സത്യസന്ധവുമായി വോട്ടർ പട്ടിക പുനർനിർവചിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ അസാധുവായ വോട്ടുകളെല്ലാം നീക്കം ചെയ്തു. അപ്പോൾ ബാക്കി വന്നിരിക്കുന്നത് കൃത്യമായ വോട്ടുകളാണ്. അത് പരമാവധി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പോൾ ചെയ്യപ്പെട്ടതിനൊരു പ്രധാന കാരണം ഈ മമതയോടുള്ള എതിർപ്പാണ്. അത് മാത്രമല്ല, എന്റെ ഒരു സംശയമേ,
കേരളത്തിൽ നിന്നടക്കമുള്ള എല്ലാ ബംഗാളികളും ഇത്തവണ വോട്ട് നാട്ടിൽ പോയി. പലരോട് സംസാരിച്ചപ്പോൾ പലരും പറയുന്നത് ഇപ്രാവശ്യം വോട്ട് ചെയ്തില്ലെങ്കിൽ പൗരത്വം പോകുന്ന തരത്തിലൊരു പ്രചരണം ജനങ്ങളുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പേടിച്ചും പോയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. അങ്ങനെ അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ മമത ചെയ്യുന്ന എന്താ പറയാ, മമതയും ആ കാര്യത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നും മോശമല്ല. പക്ഷെ നമ്മൾ ബംഗാളില് താമസിക്കുന്ന ജനങ്ങളുടെ, ഈ ബംഗാളികളെല്ലാം ഇങ്ങനെ കൂട്ടത്തോടെ കേരളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്കോ വന്നിരിക്കുകയല്ലോ. പക്ഷെ ബംഗാളിൽ താമസിക്കുന്നവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കിയാൽ അവരിത് പറയുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം, ഞങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കണം, അതിന് മമതയുടെ ഭരണം അവസാനിച്ചേ മതിയാകൂ എന്ന് പറയുന്ന ഒരുപാട് റീലുകൾ ഞാൻ കണ്ടു. ഈ നമുക്ക് ഈ ബംഗാളി ഭാഷ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ പലതിലും താഴെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഹിന്ദിയിൽ സംസാരിക്കുന്ന ഈ ഹിന്ദി കലർന്ന ഒരു ഭോജ്പൂരി ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം ഹിന്ദിയുമായിട്ടൊക്കെ ഒരു അടുപ്പമുള്ളത് കൊണ്ട് ആ ഭാഷ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. വളരെ വളരെ എന്താ പറയുക, അങ്ങേയറ്റത്തെ സങ്കടത്തോടു കൂടിയും അങ്ങേയറ്റത്തെ വിഷമത്തോടും കൂടിയാണ് അവിടെ നടന്ന അക്രമ സംഭവങ്ങളെ കുറിച്ച് ആൾക്കാർ വിവരിക്കുന്നത്. വോട്ടെടുപ്പ് ദിവസം നമ്മൾ കണ്ടു അവിടെ ഒരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെടുന്നത്. അയാളുടെ കൂടെയുള്ള പോലീസുകാരനെ പോലും ഈ തൃണമൂലിന്റെ ഗുണ്ടകൾ തല്ലിച്ചതയ്ക്കുകയാണ്. അത് മാത്രമല്ല, മമത തന്നെ നേരിട്ടിറങ്ങി അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യം സുപ്രീം കോടതി ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മമതയുടെ ഇപ്പൊ SIRന്റെ കാര്യം പറഞ്ഞില്ലേ, 91 ലക്ഷം അതില് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുപേര് 7 ലക്ഷത്തോളം വോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ ഈ രേഖകൾ തെറ്റിപ്പോകുന്നതാണ്. മാത്രമല്ല, ഇപ്പൊ SIR വന്ന സമയത്ത് എന്റെ വീട്ടില് 6-7 വോട്ടുള്ള ആളാ എന്റെ വീട്ടില്. പക്ഷെ അവരൊന്നും ഇവിടെ ഇല്ല. പക്ഷെ വോട്ട് ചെയ്യാനായിട്ട് വരും. പക്ഷെ ഈ SIR വന്നപ്പോ സാധാരണഗതിയിൽ നാട്ടിൽ വന്ന് വോട്ട് ചെയ്യും. അവർക്ക് വോട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും വോട്ടില്ല. എന്റെ മദറിൻലോയ്ക്കും അനിയനും അനിയത്തിക്കും അവരുടെ 2 കുട്ടികളും എല്ലാം. പക്ഷെ ഇത്തവണ പെട്ടെന്ന് SIR ഫില്ല് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവരൊന്നും SIR ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരാണ്, ദൂര സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അവർക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല. അങ്ങനെ ഒരു 6 വോട്ട് പോയിട്ടുണ്ട്. അത് ഇനിയിപ്പോ തിരിച്ച് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ തിരിച്ചു കിട്ടും. അത് അതിന് പക്ഷെ പെട്ടെന്ന് ആ സമയത്ത് നടന്നില്ല. അതാണ് അപ്പീല് കൊടുക്കുക. ഈ അപ്പീല് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അതില് മനസ്സിലാക്കേണ്ട 91 ലക്ഷത്തില് ഏതാണ്ട് 34 ലക്ഷം ഹിന്ദുക്കളുടെ വോട്ടാണ്. മമത പറയുന്നത് കംപ്ലീറ്റ് മുസ്ലിങ്ങളെ അത് പരാജയം മുന്നിൽ കണ്ടു എന്ന് മാത്രമല്ല, തദ്ദേശീയരായ മുസ്ലിങ്ങളെ മമതയ്ക്ക് എതിരാണ് ഇക്കുറി. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഈ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവനും അടിച്ചോണ്ട് പോകുന്നത് ആരാ? നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശിലെ റോഹിംഗ്യകളുമാണ്. കാരണം അവർക്ക് വ്യാജ ആധാർ കാർഡ്, വ്യാജ വോട്ടർ ID കാർഡ്, വ്യാജ റേഷൻ കാർഡ് ഇതെല്ലാം കൊടുത്തിരിക്കുക. അപ്പൊ ഈ പറയുന്ന പോരാത്തതിന് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ, ഈ മുസ്ലിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ നോക്കൂ. അവിടുത്തെ മദ്രസകൾക്ക് കേന്ദ്രം അനുവദിച്ച പണം പോലും മമത വഴിമാറ്റി വകമാറ്റി അത് ഈ പറഞ്ഞ നുഴഞ്ഞു കയറിയ ആൾക്കാർക്ക് വേണ്ടി വിനിയോഗിച്ചിരിക്കുകയാണ്. ഇതൊക്കെ പറയുന്നത് നമ്മളല്ല, CNAG റിപ്പോർട്ട് അടക്കമുള്ളത്. അതുപോലെ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാന സർക്കാർ അവിടെ വളരെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. നമുക്കത് വേറൊരു തലത്തിൽ സംസാരിക്കേണ്ടതാണ്. കാരണം ആരാണ് ബംഗാളിനെ തകർത്തത്? ഈ ഇടതുപക്ഷത്തിന്റെ 35 വർഷത്തെ ഭരണം. അതിൽ തന്നെ 2 മുഖ്യമന്ത്രിമാർ അവർക്കുണ്ടായിരുന്നു, ജ്യോതി ബസുവും അതുപോലെ പിന്നീട് നമ്മുടെ ഇദ്ദേഹവും ബുദ്ധദേവ് ഭട്ടാചാര്യ. അതിൽ ജ്യോതി ബസു ചെയ്ത ഈ ബംഗാളിനോട് ചെയ്ത ക്രൂരത അതെന്താണെന്ന് അറിയണമെങ്കിൽ ആ കാലത്തെ വ്യാവസായിക വളർച്ചയെക്കുറിച്ച്, അതിലുണ്ടായിരിക്കുന്ന പരാജയങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം. അത് മറ്റൊരു വിഷയമാണ്, അത് നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇപ്പൊ. അപ്പൊ ഈ 34 ലക്ഷം ഹിന്ദുക്കളുടെ വോട്ടുണ്ടെന്നുള്ളത് അപ്പീൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അത് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതി വാദം മുഴുവനും, അതായത് അപ്പീൽ അങ്ങനെ നിൽക്കട്ടെ, പക്ഷെ അവർക്ക് വോട്ടവകാശം കൊടുക്കണം. സുപ്രീം കോടതി പറഞ്ഞു പറ്റില്ല. അപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഇതൊക്കെ കേട്ടു. കേന്ദ്ര സർക്കാർ പറഞ്ഞു അതിന് നിയമമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കേട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അതിന് നിയമമില്ല. ഒരാളിന്റെ വോട്ട് സംശയിച്ച് രേഖകൾ കൃത്യമല്ലാത്തത് കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. ആ ആളിന് അപ്പീൽ സമർപ്പിക്കാം. ആ അപ്പീല് ഒരു നിശ്ചിത വോട്ടെടുപ്പിന് നിശ്ചിത ദിവസങ്ങൾക്ക് മുമ്പേ തീർപ്പാക്കണം. അപ്പൊ ഇത്രയും നമ്പേഴ്സ് കൂടിയത് കൊണ്ട് അത് തീർപ്പാക്കാൻ പ്രയാസം നേരിടുന്നു. അപ്പോൾ അതിന് കുറച്ച് സമയം വേണം. അപ്പൊ തീർപ്പാക്കാത്തിടത്തോളം കാലം അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ നിയമമാണ്, നമ്മുടെ
ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമമാണ്, അതിന് വകുപ്പുണ്ട്, അതിന് ചട്ടങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. സുപ്രീം കോടതി പറഞ്ഞു നടക്കില്ല. ഇത്രയും പേര് അവർ ഇന്ത്യൻ പൗരന്മാരാണ്, അല്ലെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ അവരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശവും അധികാരവും പുനഃസ്ഥാപിക്കണമെങ്കിൽ കൃത്യമായി അപ്പീലിൽ രേഖകൾ സമർപ്പിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അവിടെ മമത വെട്ടിലായി. അതും ഒരു വിഷയമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് മുസ്ലിം വോട്ടുകൾ വെട്ടിമാറ്റുന്നു, അതും പിഴച്ചു. കാരണം ഇത്രയേറെ ഹിന്ദുക്കൾക്കും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ BJP ആദ്യം മുതൽ ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരു സാധ്യതയും ഉണ്ടാകാത്ത രീതിയിൽ ടൈറ്റ് ആക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം സായുധ പോലീസുകാരെ അവിടെ വിനിയോഗിച്ചു, കേന്ദ്രസേനയെ വിനിയോഗിച്ചു. അപ്പൊ ഈ കേന്ദ്രസേനയെ വിനിയോഗിച്ചത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വന്ന് വോട്ട് ചെയ്ത് മടങ്ങാം. അതെ, ധൈര്യമുണ്ടായി. ഈ TMCയുടെ പ്രശ്നങ്ങളിൽ നിന്ന്, അല്ലെ അവരുടെ അപകടങ്ങളിൽ നിന്ന്, അവർ വരുത്തി വെക്കുന്ന വിനകളിൽ നിന്ന്, അല്ലെങ്കിൽ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാം, സുരക്ഷിതമായി വോട്ട് ചെയ്യാം. മാത്രമല്ല, ഈ ബംഗാളിൽ നിന്ന് പൊതുവേ വരുന്നൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയെങ്കിലും സമാധാനപരമായി വോട്ടെടുപ്പ് നടന്നതെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്തു, ദിവസങ്ങളോളം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അവിടെ ക്യാമ്പ് ചെയ്താണ്. പിന്നെ മാത്രമല്ല, സുപ്രീം കോടതി ഇടപെട്ട് DGP, ചീഫ് സെക്രട്ടറി ഇവരെല്ലാം മാറ്റി നിർത്തി. എന്നിട്ട് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ആൾക്കാരെ വയ്ക്കാൻ സുപ്രീം കോടതി പറഞ്ഞു. അതിനനുസരിച്ച് അവിടെ അവരെ നിയോഗിച്ചു. ചരിത്രത്തിലാദ്യമായിട്ട് അട്ടിമറിയില്ലാത്ത, കള്ളവോട്ട് നടക്കാത്ത, വ്യാജ വോട്ടർമാര് വന്ന് ഈ വോട്ട് ചെയ്യുന്ന, നുഴഞ്ഞുകയറ്റക്കാർ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഈ ഒന്നാം ഘട്ട, പ്രത്യേകിച്ചും വടക്കൻ ബംഗാളിലാണ് ഈ നടന്നിരിക്കുന്നത്. വടക്കൻ ബംഗാളിലെ ഈ 152 സീറ്റിൽ ഒരു 100 സീറ്റെങ്കിലും BJP നേടുമെങ്കിൽ, 100-ന് പുറത്തേക്ക് BJP പോയാൽ അത് വലിയ നേട്ടമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. തൃണമൂല് വലിയ തകർച്ച നേരിടും. പിന്നെ ഇതിന്റെ ഇടയിൽ MA ബേബിയൊക്കെ അവിടെ പ്രചാരണത്തിന് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. MA ബേബിയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ ഞങ്ങൾ ബംഗാളിനുണ്ടാക്കിയ കാർഷിക പുരോഗതി, പാട്ടിണിയാണ് പാട്ടിണിയാണ്. ഈ കേരളത്തിൽ വന്ന് പൊറോട്ട അടിച്ചില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. MA ബേബിയൊക്കെ പറയുന്നത് ഇങ്ങനെ നുണ പറയാനും, ഇങ്ങനെ എന്താ പറയാ, ആടിനെ പട്ടി. അവിടെ എനിക്ക് തോന്നുന്നു PG വിദ്യാഭ്യാസം ഉള്ള ഒരു പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കൂലിപ്പണിക്ക് പോവുകയാണ്. അവർക്ക് ജോലി, വ്യവസായമില്ല, ഒരു തരത്തിലും ജീവിക്കാൻ ആവശ്യമായ യാതൊരു സാഹചര്യം. ത്രിപുര ഒരു വിമാനത്താവളം പോലും ഇല്ല ഇത്രയും കാലമായിട്ട്. അതാണ് അവസ്ഥ. അല്ല, ബംഗാളിലെ സ്ഥിതി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ ദയനീയമാണ് ബംഗാളികളുടെ അവസ്ഥ. അവര് നിവൃത്തിയില്ലാതെയാണ് ഇവിടെ വന്ന് ഈ പണിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇടതുപക്ഷം അവിടെ പ്രചാരണത്തിന് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാക്ഷാൽ കോൺഗ്രസിന്റെ രാജകുമാരൻ, യുവരാജാവ് ശ്രീ രാഹുൽ ഗാന്ധിയും അവിടെ പോയിരുന്നു. രാഹുൽ ഗാന്ധി പതിവിന് വിപരീതമായിട്ട് ഇക്കുറി തൃണമൂലിനെ കടന്നാക്രമിച്ചു, മമതയെ കടന്നാക്രമിച്ചു. പക്ഷെ അദ്ദേഹം ഒരിക്കലും മമതയുടെ ഈ വർഗീയ ഭ്രാന്ത് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവനും അഴിമതിയും BJPയെ വളർത്തി, BJPയെ മമത വളർത്തി എന്ന്. അത് BJP വളർത്തണ്ട, അതെ, അവര് വളർന്നോളും. പിന്നെ ഈ ആക്ഷേപങ്ങളാണ് അവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്തായാലും അത്രയെങ്കിലും അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെക്കാൾ ഒരു സേ ഇപ്പോൾ ബംഗാളിൽ ഉണ്ട്. കോൺഗ്രസ് ഏതാനും സീറ്റുകളിലൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ബംഗാളിൽ BJPയും TMCയും, നരേന്ദ്രമോദി, അമിത്ഷാ, സുവേന്ദു അധികാരി, അപ്പുറത്ത് മമതാ ബാനർജി, അഭിഷേക് ബാനർജി, മഹുവ മൈത്ര, ഇങ്ങനെ ഈ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വർദ്ധിച്ച പോളിംഗ് ശതമാനം BJPക്ക് അനുകൂലമാണ്. അത് നമുക്ക് മെയ് 4-ന് വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാകും. മമത വലിയ വെല്ലുവിളിയാണ് നേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തദ്ദേശീയരായ മുസ്ലിം മമതയിൽ നിന്ന് അകന്നിരിക്കുന്നു. അവർ മമതയെ കൈവിട്ടിരിക്കുന്നു. ഏതാണ്ട് 30-35% വോട്ട് വരും. ആ വോട്ടിൽ ഗണ്യമായ ഒരു ഭാഗം മമതയെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അത് എങ്ങോട്ട് പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഹുമയൂൺ കബീറിന്റെ നേതൃത്വത്തിൽ ആ വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള കാര്യമായ ശ്രമം അവിടെ നടന്നിട്ടുണ്ട്. ഈ ഹുമയൂൺ കബീർ പോലും ആക്രമിക്കപ്പെട്ടു. TMCയുടെ ഗുണ്ടകൾ ഹുമയൂൺ കബീറിനെ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന 2ാം ഘട്ടത്തിലും
മമതയ്ക്ക് ഒട്ടും തന്നെ പ്രതീക്ഷ വേണ്ട. കനത്ത തിരിച്ചടിയായിരിക്കും. ഇനിയിപ്പോൾ മമത കൂടുതൽ വയലൻ്റ് ആവും. കാരണം 92% ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു, വോട്ടർമാർ വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പരാജയം ഉറപ്പിച്ച മമത രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സകല അടവുകളും പയറ്റുമെന്ന് തീർച്ചയാണ്. കേന്ദ്രസേനയ്ക്ക് പണി കൂടും, അമിത്ഷായ്ക്ക് തലവേദന കൂടും. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ജനാധിപത്യത്തിൻ്റെ ഈ മഹോത്സവത്തെ അട്ടിമറിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അതിന് മമതയല്ല, ഇനി ഒരു 100 മമതമാർ ജനിച്ചു വന്നിരുന്നാലും അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ബംഗാളി ജനത നിശ്ചയദാർഢ്യത്തോടുകൂടി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം. ബംഗാളിൻ്റെ ഫലം എന്താണെന്ന് മെയ് 4-ന് അറിയാം.